വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൽ പാർട്ട് 1 ആണ്. കുറച്ച് പാർട്ട്, അതായത് പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് സെക്ഷൻ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാലൻസ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിലെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പ്രൈമറിയും സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൈമറിയുടെ കേസ് കഴിഞ്ഞു. ദെൻ സെക്കൻഡറിയുടെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് പറഞ്ഞു. അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ കാണാം. പിന്നീട് രണ്ടാമത്തെ പറഞ്ഞു ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രോഡ് മീൻസ് ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഓർ മേക്കിംഗ് എ റോങ് എൻട്രി ഇൻറ്റൻഷ്യലി ടു ഡിഫ്രോഡ് സംബഡി. അതായത് നമ്മൾ മനഃപൂർവ്വം തന്നെ വേറൊരാളെ പറ്റിക്കുന്ന രീതിയിൽ, അവരെ പറ്റിച്ച് നമ്മൾ കാശുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറ്റിക്കൽ എന്ന് പറയുന്ന രീതിയിൽ, അത് അറിയാഞ്ഞിട്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ വരുന്ന മിസ്റ്റേക്ക്, എറേഴ്സ് അല്ല ഇത്. നമ്മൾ തന്നെ ഇൻറ്റൻഷ്യലി നമ്മൾ ഒരു ഫ്രോഡ് തരം ചെയ്യുന്നത്. അത് ക്യാഷിൻ്റെ കേസിലാവാം, ഗുഡ്സിൻ്റെ കേസിലാവാം, അക്കൗണ്ട്സിൻ്റെ കേസിലും എങ്ങനെ വേണമെങ്കിലും ഫ്രോഡ് തരങ്ങൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടി ഞാൻ എക്സ്പ്ലനേഷൻ ഓരോന്നോ പറഞ്ഞു തരാം. ഫ്രോഡിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് 3 തരത്തിലാണ് മെയിനായിട്ട്. മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫ്രോഡുലൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ക്യാഷായിട്ട് നമ്മൾ അട്ടിമറി ചെയ്യാറുണ്ട്, ആ പറഞ്ഞ രീതിയിൽ മിസ് അപ്രോപ്രിയേഷൻ ചെയ്യാറുണ്ട് ക്യാഷ്. ഗുഡ്സായിട്ടും എന്തെങ്കിലും ഒരു ഫ്രോഡ് തരങ്ങൾ കാണിക്കും, പിന്നെ അതേപോലെ അക്കൗണ്ട്സിലും കാണിക്കും. ഇനി നമുക്കത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്ന് കേട്ടോ. Misappropriation of cash is a very easy affair, especially in big concern, where the proprietor has no direct touch with and control over the persons handling cash. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്ന കാര്യത്തിൽ മോസ്റ്റ്ലി ഇതൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെയാണ് വരിക. കാരണം അതിലത്തെ മെയിൻ പ്രൊപ്പറേറ്റർ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ക്യാഷുമായിട്ട് കൺട്രോൾ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇടയിൽ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു ക്യാഷിനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു ഇൻറ്റൻഷ്യലി, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാതെയല്ല, വേണം വെച്ചിട്ട് തന്നെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്യാഷിനെ ഒരു തരികിടകൾ കാണിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് എന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ക്യാഷിനെ എങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നമാക്കിയിട്ട് അല്ലെങ്കിൽ അവർ അറിയാതെ തരികടകൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഒന്ന് വന്നിട്ട് ഒമിറ്റിംഗ് ടു എൻറ്റർ എ റെസീപ്റ്റ്. അതായത് ഈ പറയുന്ന സപ്രഷൻ ഓഫ് ക്യാഷ് റെസീപ്റ്റ്, അത് നമ്മളെന്നറിയോ അതിനെ ഒളിച്ചു വെക്കുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നടന്ന നമുക്ക് റെസീപ്റ്റ് കിട്ടിയതിനെ നമ്മളവിടെ എൻ്റർ ചെയ്യുന്നില്ല, ഒരു കാര്യം കൊണ്ടും എൻ്റർ ചെയ്യുന്നില്ല. അത് നമ്മൾ ഒമിറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒമിറ്റിംഗ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്, നമുക്ക് ആക്ച്വൽ റെസീപ്റ്റ് എത്രയാണോ നമുക്ക് ആക്ച്വൽ റെസീപ്റ്റ് അതിനെക്കാട്ടും കുറഞ്ഞ എമൗണ്ട് കാണിക്കുക, അങ്ങനെയും ചെയ്യും. ഓക്കെ, പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന്, കാരണം ശരിക്കും ഒരു 50,000 ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, 50,000 ഒന്നും ചിലപ്പോൾ കാണിക്കണമെന്ന്, ഒന്നെങ്കിൽ ലെസ്സർ എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ആയിട്ട് വെറുതെ അവർ സാങ്കല്പികമായിട്ടുള്ള രീതിയിൽ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുകയും ചെയ്യും. ഓക്കെ, അതായത് എൻറ്ററിങ് ഫിറ്റീഷ്യസ് പേയ്മെൻറ്റ് എന്ന് പറയും അതിന്. അപ്പം അങ്ങനെ സാങ്കല്പികമായിട്ട് ഒരു എമൗണ്ട് ചുമ്മാന്ന് എഴുതി വെക്കുകയാണ്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സാങ്കല്പികമാണോ, പിന്നെ ശരിക്കത്തെ എമൗണ്ടിൻ്റെ റെസീപ്റ്റിനെക്കാട്ടിയും ലെസ്സർ എമൗണ്ടാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം അറിയണമെങ്കിൽ ഓഡിറ്റർ മസ്റ്റ് ഷുഡ് എന്ത് ചെയ്തിരിക്കണം, സ്ക്രൂട്ടനൈസ്, നല്ല കെയർഫുള്ളായിട്ട് ഓരോ പേപ്പറും ഓരോ എവിഡൻസും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. Cash received from customers for cash sales may be misappropriated by suppressing the cash memo and voucher. അതായത് കസ്റ്റമേഴ്സിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, കച്ചവടം നടന്നതിൻ്റെ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതെന്താണ് അവിടെ ക്യാഷ് മെമ്മോയിലോ വൗച്ചേഴ്സിലോ കാണിക്കണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അതെന്ത് ചെയ്യുന്നു, ഒമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് എ ക്യാഷ് റെസീറ്റ് എന്ന് പറയും. പിന്നെ പറയുന്നത് റെക്കോർഡിംഗ് ലെസ്സർ എമൗണ്ട് ദാൻ ആക്ച്വലി റിസീവ്ഡ്. ശരിക്കും റിസീവ് ചെയ്ത എമൗണ്ടിനെക്കാട്ടും കുറഞ്ഞ എമൗണ്ട് എഴുതി കാണിക്കുന്നു.
കേട്ടോ. പിന്നെയുള്ളത് ടീമിംഗ് ആൻഡ് ലാഡിംഗ് ആണ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കുറേ വർഷം ചോദിച്ചതാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറഞ്ഞത് ഇതെന്താണ് സംഭവം എന്ന് അറിയോ? ഇറ്റ് ഈസ് ദ കൺസീൽമെന്റ് ഓഫ് എ ഷോർട്ടേജ് ഓഫ് ക്യാഷ് ബൈ ഡിലേയിങ് റെക്കോർഡിംഗ്. അതായത് ഒരാൾ പൈസ തന്നിട്ടുണ്ടാവും, പക്ഷെ അത് അപ്പം കാണിക്കില്ല, പിന്നീട് കാണിക്കാം എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ ഒരാൾ പൈസ തരാനുണ്ടാവും, അയാൾ എന്ത് ചെയ്യും, ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ തന്നിട്ടുണ്ടാവും. ആ പൈസ തന്നത് അയാൾ തന്നു എന്ന് എഴുതാതെ അയാളുടെ അതിന് വേണ്ടിയിട്ട് ചിലവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നതിനെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ചിലവാക്കി വെക്കും. പക്ഷെ അവിടെ അയാൾ തന്നു എന്ന് മെൻഷൻ ചെയ്യില്ല. എന്നിട്ട് വേറൊരാൾ അനദർ പേഴ്സൺ ഡെപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പൈസ തരാനുണ്ടാവും, അവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ എന്ത് പറയും, ഇത് ആദ്യത്തെ ആൾ തന്നതിൻ്റെ ക്യാഷാണ് എന്നുള്ള രീതിയിലേക്ക് എഴുതി വെക്കുന്നു. അപ്പോഴെന്താവും, നമുക്ക് ആ വട്ടച്ചെലവിനുള്ള കാശ് നമ്മുടെ കയ്യിൽ വരും അല്ലേ. അപ്പോൾ അങ്ങനെയും തരികടകൾ ചെയ്യാറുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നതാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം വൺ കസ്റ്റമർ ഈസ് മിസ്അപ്രോപ്രിയേറ്റഡ് ആൻഡ് ലേറ്റർ ക്യാഷ് റിസീവ്ഡ് ഫ്രം അനദർ ഡെപ്റ്റർ ഈസ് പോസ്റ്റഡ് ടു ദ ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇപ്പോൾ പിടികിട്ടിയോ? പറയുന്ന ദിസ് പ്രാക്ടീസ് ഈസ് നോൺ ആസ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ പിന്നെ പറയുന്നത് ഫിറ്റീഷ്യസ് പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഈസി ആൻഡ് യൂഷ്വൽ മെത്തേഡ് ഓഫ് എംപൾസിങ് ക്യാഷ്. ഫോർ എക്സാമ്പിൾ, വേജസ് പെയ്ഡ് ഫോർ ഫിറ്റീഷ്യസ് വർക്ക് ബൈ ഇൻക്ലൂഷൻസ് ഓഫ് എ ഡമ്മി നെയിംസ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു വർക്കേഴ്സേ ഉണ്ടാവില്ല, നമ്മൾ സാങ്കല്പികമായിട്ട് ഒരാൾ വർക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടി ചിലവായി പൈസ സാലറി കൊടുക്കണം അല്ലെങ്കിൽ വേജസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ ഓണറിൽ നിന്ന് എഴുതി വാങ്ങുന്നു. യഥാർത്ഥത്തിൽ അവരവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡമ്മി നെയിംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ പറഞ്ഞ ആളുടെ ഓണറിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെയും ക്യാഷിൻ്റെ രീതിയിൽ എന്താ പറയുക, അട്ടിമറികൾ നടത്തും. പിന്നെ അതേപോലെ സപ്രഷൻ ഓഫ് എ ക്രെഡിറ്റ് നോട്ട്സ് ഫോർ പർച്ചേസ് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പർച്ചേസ് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ് അതൊന്നും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എഴുതി കാണിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മളത് മാറ്റി വെക്കുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ് ബൈ ഷോയിങ് ദ ബിൽ ഇൻ ദ കസ്റ്റഡി. അതേ ബിൽ ഡിസ്കൗണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും കാണിക്കാതെ അത് പറയുന്ന ഈ ഡിസ്കൗണ്ടഡ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനും അവിടെയും മിസ്അപ്രോപ്രിയേഷൻ ചെയ്യാം. അതായത് അതിൽ പല രീതിയിൽ വരും കേട്ടോ. ബിൽ ഡിസ്കൗണ്ട് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ബിൽ ഡിസ്കൗണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് വ്യത്യാസം. ഇപ്പോൾ 100 രൂപയുടെ സാധനം 95 രൂപയ്ക്ക് ആണ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിൻ്റെ. പക്ഷെ നമ്മൾ ബില്ലിൽ ചിലപ്പോൾ അവിടെ 90 എഴുതും, ബാക്കി 5 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ ചെറിയ ചെറിയ കേസുകൾ അതേപോലത്തെ കാര്യങ്ങളിലും വരാൻ പറ്റും. ഏതിൽ ഈ പറഞ്ഞ മിസ്അപ്രോപ്രിയേഷൻ രീതിയിൽ ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ചെറിയ കാര്യം പറഞ്ഞു, അതൊക്കെ വലിയ വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തയക്കാം. അതും ഈ പറഞ്ഞ ക്യാഷുമായിട്ടുള്ള ഡീലിംഗ് അല്ലേ, അതന്നെ സംഭവം. പിന്നെ omitting to record unusual receipt of cash, that is sales of waste, recovery of bad debt, return of. അതായത് unusual receipts of cash, അത് കിട്ടിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, എഴുതിയില്ല, ഒമിറ്റ് ചെയ്തിട്ട് പോകുന്നു. പിന്നെയുള്ളത് ഷോയിങ് ഫാൾസ് ഡൊണേഷൻ ആൻഡ് ചാരിറ്റി ടു മിസ്അപ്രോപ്രിയേറ്റ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് മണി. പിന്നെ ചാരിറ്റി ആയിട്ടും അതിനൊക്കെ ആയിട്ട് നമുക്ക് സർവീസിനൊക്കെ ആയിട്ട് ഡൊണേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊന്നും അവിടെ ചിലപ്പോൾ മെൻഷൻ ചെയ്യണമെന്നേ ഇല്ല. അതല്ലെങ്കിൽ ഈ ശരിക്കും അവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല, അവർ ആ പറഞ്ഞതിൽ നിന്ന് പൈസ വാങ്ങും, പക്ഷെ അത് ചിലവാക്കുന്നത് ചിലപ്പോൾ പേഴ്സണൽ യൂസിനാവാം. അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ഡൊണേഷൻ. പിന്നെ ചില കേസുകളിൽ നമ്മളിപ്പോൾ ഡൊണേഷൻ കൊടുത്താൽ അതിൽ നമുക്ക് ടാക്സ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ എമൗണ്ടിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടിയതിന് നമ്മളത് ഡൊണേഷനായി എന്നും വേണ്ട രീതിയിൽ എഴുതിയാലും പറ്റും. അത് എങ്ങനെ വേണമെങ്കിലും ക്യാഷുമായി ഡീൽ ചെയ്യുന്നതിന് തരികടകളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള, ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതിന് ആരുടെ പണി വരിക? ഓഡിറ്റേഴ്സിൻ്റെ പണി വരുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഈസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. എംപ്ലോയീസ് മേ സ്റ്റീൽ ഗുഡ്സ് ആൻഡ് സ്റ്റോർസ്. The misappropriation of goods is made when goods are valuable and less in quantity. ഇവിടെ ഗുഡ്സിനെ നമ്മൾ തരികടകൾ ചെയ്യുന്നു. ഗുഡ്സിന് മേലിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലിൽ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, മനഃപൂർവ്വം നമ്മൾ ഫ്രോഡ് തരങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്, ആ പറയുന്ന ഗുഡ്സിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള സാധനം, ആ ഒരു വസ്തുവിന് എന്തുണ്ടായിരിക്കണം, നല്ലൊരു വാല്യൂ, മൂല്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിലേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്രോഡ് തരങ്ങൾ കാണുക. അല്ലെ വിറ്റാൽ കാശ് കിട്ടും എന്നുള്ളതിനല്ലേ നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു തരികട കാണിച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗുഡ്സ് ആർ ജനറലി മിസ്അപ്രോപ്രിയേറ്റഡ് ബൈ ആക്ച്വൽ തെഫ്റ്റ് ഓഫ് വാല്യൂബിൾ ഗുഡ്സ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ഫിറ്റീഷ്യസ് ക്രെഡിറ്റ് നോട്ട്സ് ടു കസ്റ്റമേഴ്സ്. Misappropriation of goods cannot easily be detected.
പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റേർഡ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ. ഇവിടെ നമ്മൾ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഗുഡ്സും കാര്യങ്ങളാണ് നമ്മൾ മാറ്റി മറിക്കുക. കാരണം ഇത്രയും വാല്യൂ ആയിട്ടുള്ള എമൗണ്ടിന് ചിലപ്പോൾ ആ വാല്യൂന്നേ കാണിച്ചിട്ടുണ്ടാവില്ല, അത്ര ക്വാണ്ടിറ്റിയുടെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ എങ്ങനെയായിരിക്കും ഓഡിറ്റർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ഇൻവേർഡ് രജിസ്റ്റേർഡും ഔട്ട്വേർഡ് രജിസ്റ്റേർഡും മസ്റ്റായിട്ട് നമ്മളത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമേ അപ്പോഴേ അറിയുള്ളൂ ഓഡിറ്ററിന് ഇങ്ങനെയൊക്കെ എന്താ പറയുക കള്ളത്തരങ്ങൾ ഗുഡ്സിന് മേലിലും ചുമത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തരികടകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻ ഇഫക്റ്റീവ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൾസോ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഫ്രോഡ്. അതേപോലെ ഇവിടെ ഇൻറ്റേർണൽ ചെക്ക് നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോഡ് തരങ്ങളൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫ്രോഡുലൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് എഴുതി റെഡിയാക്കുക. അത് എങ്ങനെയൊക്കെ ആവാമെന്നറിയോ? ഒന്നില്ലെങ്കിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുന്ന രീതിയിൽ, യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ആയിരിക്കില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈ പ്രോഫിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർക്കുന്നു. അത് എന്തിനാ ഇങ്ങനെയൊക്കെ ഹൈ പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത്? ഫോർ പേയിങ് ഹയർ ഹയർ ഡിവിഡൻഡ് കൊടുക്കാൻ, അതേപോലെ ഫോർ ഒബ്റ്റെയിനിങ് ഫർദർ ബാങ്ക് ക്രെഡിറ്റ്, അതായത് വേറെ പല ബാങ്കുകളിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും വരുമാനം ഇല്ലെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് ടേൺ ഓവർ ഉണ്ട് എന്ന് അറിയുമ്പോഴല്ലേ ബാങ്കിൽ നിന്ന് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഫോർ ഗെറ്റിംഗ് ഹയർ കമ്മീഷൻ കിട്ടാൻ വേണ്ടി. പിന്നെ ഫോർ സെല്ലിംഗ് ദെയർ ഷെയർ ഹോൾഡിംഗ് അറ്റ് എ ഹയർ പ്രൈസ്, അവരുടെ ഷെയറിൽ പറയുന്ന റേറ്റിന്, നല്ല ഹയർ റേറ്റിന് വിൽക്കാൻ സാധിക്കും. എങ്ങനെ ആക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ എന്താ പറയുക തിരിമറി ചെയ്യണതല്ലേ, അതാണ്. അങ്ങനെയും ഈ പറഞ്ഞ ഹൈ പ്രോഫിറ്റ് എഴുതി കാണിക്കാറുണ്ട്. അതെല്ലാം തരികട കാണിക്കുന്നത് ഗുഡ്സിൻ്റെ വാല്യൂയിലോ ക്യാഷിലാണോ? അല്ല, അക്കൗണ്ട്സിലാണ് കാണിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി വേറെ കേസിൽ എന്തായിരിക്കും? ലോ ആയിട്ടും കാണിക്കും, അതായത് പ്രോഫിറ്റ് ആയിട്ടല്ല, പൈസ കുറഞ്ഞിട്ട് ലോസ് ആയിട്ടും കാണിക്കും. അത് എന്തിനൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, എ ലോ പ്രോഫിറ്റ് മേ ബി ഷോൺ ഫോർ ദ ഫോളോയിങ് പർപ്പസ്. എങ്ങനെയൊക്കെ ആയിരിക്കുന്നത്? നമുക്ക് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ടു പേ ലെസ് ടാക്സ്, ടു അവോയ്ഡ് ന്യൂ എൻട്രൻസ് ഇൻ ദ ബിസിനസ്. പല ആൾക്കാർ പുതിയതായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് വരാതിരിക്കാൻ. കാരണം ഇവിടെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ അവിടെ കോമ്പറ്റേഴ്സ് വരില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ടു ബൈ മോർ ഷെയർ ഓഫ് ദ കമ്പനി അറ്റ് ലോവർ പ്രൈസ്, അതായത് നമുക്കിപ്പോൾ വേറെ കമ്പനിയിൽ നിന്ന് ഷെയർസൊക്കെ കൂടുതൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഷെയർസൊക്കെ വേറെ കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നു. ടു ബൈ മോർ ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് ലോ പ്രൈസസ്. പിന്നെ അതേപോലെ തന്നെ ടു ഗീവ് എ റോങ് ഇംപ്രഷൻസ് എബൌട്ട് ദ സക്സസ് ഓഫ് ദ ബിസിനസ് ടു കോമ്പറ്റീറ്റേഴ്സ്. ഈ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിന് സെയിം തന്നെയാണ്. അതായത് കോമ്പറ്റീറ്റേഴ്സിന് നമ്മൾ ഈ പറഞ്ഞ ഒരു ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ലാഭം തന്നെ ആയിരിക്കും, പക്ഷേ കോമ്പറ്റീറ്റേഴ്സിന് അത് ഒരു എന്താ പറയുക നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തണം. അങ്ങനെയും ഈ പറഞ്ഞ അക്കൗണ്ട്സിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ഒരു എന്താ പറയുക ഫ്രോഡ് തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് മേ ബി ഡൺ ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. ഇനി ഞാൻ പറയുന്ന പോലെ ഏത് രീതിയിലാണെങ്കിലും ഇത് അക്കൗണ്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അത് എങ്ങനെയൊക്കെയെന്ന് അറിയോ? ബൈ ഓവർ വാല്യുവേഷൻ ഓർ അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിന് ഒന്നില്ലെങ്കിൽ ഓവർ വാല്യുവേഷൻ കൊടുക്കുക, അതായത് ഈ പറയുന്ന മൂല്യത്തിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലാണെന്ന് പറയും, അതല്ലെങ്കിൽ അതിനെക്കാട്ടും കുറവ് എന്ന് പറയും. അതും നമുക്കിവിടെ എന്താ അക്കൗണ്ട്സിൽ വരുന്ന തിരിമറിയാണ് കാണിക്കുന്നത്. പിന്നെ ബൈ നോട്ട് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ആൻഡ് അസറ്റ് ആസ് പെർ റൂൾസ്. ഡിപ്രീസിയേഷൻ ഒക്കെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലാതെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഓക്കെ, അതൊന്നില്ലെങ്കിൽ മോർ ഡിപ്രീസിയേഷൻ ആക്കാം, അതല്ലെങ്കിൽ ലെസ് ഡിപ്രീസിയേഷൻ ആക്കാം. പിന്നെയുള്ളത് ബൈ റെക്കോർഡിംഗ് ഫിറ്റിഷ്യസ് സെയിൽസ് ഓർ ബൈ ഒമിഷൻ ഓഫ് സെയിൽസ്. ഇവിടെ സെയിൽസ് നടന്നിട്ടുണ്ടാവില്ല, പക്ഷേ സെയിൽസ് കച്ചവടം നടന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയോ അതല്ലെങ്കിൽ കച്ചവടത്തിന് നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒമിഷൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയും തരികടകൾ ചെയ്യാറുണ്ട് അക്കൗണ്ട്സിൻ്റെ കേസിൽ കേട്ടോ. പിന്നെ പറയുന്നത് ബൈ റെക്കോർഡിംഗ് ഫിറ്റിഷ്യസ് പർച്ചേസസ് ഓർ സപ്രഷൻസ് ഓഫ് പർച്ചേസ്. അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുന്ന കേസിലും വാങ്ങി എന്ന് പറയുന്ന രീതിയിൽ. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിൽസാണ്, കച്ചവടം നടന്നു എന്ന് പറഞ്ഞിട്ട് സാങ്കല്പികമായിട്ട് പറയുന്നു. എന്നിട്ട് അത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അത് എഴുതാതിരിക്കുക. ഇതേപോലെ തന്നെയാണ് പർച്ചേസിൻ്റെ കാര്യം. സാധനം വാങ്ങുന്നു, അത് സാധനം ശരിക്കും എത്തിയിട്ടുണ്ടാവോ ഗോഡൗണിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിലുണ്ടാവോ? ഇല്ല. അപ്പോൾ ഫിറ്റിഷ്യസ് പർച്ചേസിൻ്റെ കേസിൽ അതേപോലെ അത് എഴുതാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും എന്താ പറയുക മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. ഓക്കെ,
പിന്നെ അതേപോലെ ബൈ പ്രൊവൈഡിങ് അണ്ടർ വാല്യൂഷൻ ഓർ ഓവർ വാല്യൂഷൻ ഓഫ് ലയബിലിറ്റീസിൻ്റെ കേസിലും ഒന്നില്ലെങ്കിൽ അണ്ടർ വാല്യൂ കൊടുക്കും, ഒന്നില്ലെങ്കിൽ കൂടുതൽ വാല്യൂഷനായിട്ട് നമ്മൾ ലയബിലിറ്റീസിനെ കാണിക്കുന്നു. പിന്നെയുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്, അതായത് ബൈ റെക്കോർഡിംഗ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എഴുതി കാണിക്കുന്നു. അതല്ലെങ്കിൽ നേരെ തിരിച്ചും വരും. എങ്ങനെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ, അങ്ങനെ നമ്മൾ തെറ്റായിട്ട് രീതിയിലേക്ക് കണക്കാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ തന്നെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് കേട്ടോ. പിന്നെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചാർജിങ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആസ് എ റവന്യൂ റെസീപ്റ്റ്. നേരെ ക്യാപിറ്റൽ റെസീപ്റ്റിനെ നമ്മൾ ഏതിലേക്ക് എഴുതും? റവന്യൂ റെസീപ്റ്റിലേക്ക് എഴുതി വെക്കാറുണ്ട്. അങ്ങനെയും വരാറുണ്ട് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. പിന്നെ പറയുന്നത് ബൈ ഷോയിങ് ഇൻകം ഓഫ് നെക്സ്റ്റ് ഇയർ ഇൻ ദ കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അത് ഈ വർഷത്തെ പ്രോഫിറ്റിനെ നമുക്ക് നെക്സ്റ്റ് ഇയറിലത്തെ ഇൻകം ആയിട്ടും കാണിക്കാറുണ്ട്. അങ്ങനെ അക്കൗണ്ട്സിൽ തിരിമറി ചെയ്യുന്നത്. പിന്നെ ഉള്ളതോ ബൈ നോട്ട് റെക്കോർഡിംഗ് ദ അക്വേർഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇൻ ദ കറൻറ്റ് ഇയർ പ്രോഫിറ്റ്. കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നമ്മുടെ അക്വേർഡ് ഇൻകമോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ ഒന്നും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെയുള്ളത് ബൈ വിൻഡോ ഡ്രസ്സിങ് ഓഫ് അക്കൗണ്ട്. ഈ ഒരു 12ാമത്തെ പോയിന്റ് നോക്കൂ, വിൻഡോ ഡ്രസ്സിങ്. ഇത് യൂണിവേഴ്സിറ്റിയിൽ 3 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഒരു 4 വർഷത്തെ 4 അല്ലെങ്കിൽ 5 വർഷമെങ്കിലും ചോദിച്ചിട്ടുണ്ട് വിൻഡോ ഡ്രസ്സിങ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരൊറ്റ ലൈനിൽ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടി റെഫറൻസ് ചെയ്തിട്ട് 3 മാർക്കിൻ്റെ രീതിയിൽ തന്നെ പഠിച്ചേക്കണം. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ശരിക്കും ആ ഒരു കാര്യം അല്ലെങ്കിൽ അത്രയും വലിയ പ്രോഫിറ്റോ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതെന്തായിരിക്കും? അങ്ങനെ ഒരു എമൗണ്ടും ഇത്ര നമ്മുടെ ഒരു സ്ഥാപനം വലിയ രീതിയിൽ ആണ്, പൊസിഷനൊക്കെ നല്ല ഹൈ ആണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അതായത് അകത്ത് കൊണ്ട് സ്ഥാപനത്തിലകത്ത് വരുമ്പോഴായിരിക്കും ഒന്നും ഉണ്ടാവില്ല, പൊലിപ്പിച്ച് കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടകളിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പോൾ ബൊമ്മയിലൊക്കെ ഡ്രസ്സൊക്കെ നല്ല ഹൈ റേറ്റിനുള്ള ഡ്രസ്സൊക്കെ കണ്ടു വെക്കാറില്ലേ. എന്നിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ അകത്ത് ചിലപ്പോൾ നേരമാർഗം ഉണ്ടാവണമെന്നില്ല, പക്ഷേ എങ്കിലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വെക്കുന്ന പോലെ. ഓക്കെ, ശരിക്കും അതിലെന്താ? ഷോയിങ് ഔട്ട്വേർഡ്ലി എ മോർ പ്രോസ്പെറസ് പൊസിഷൻ ദാൻ വാട്ട് ഈസ് ആക്ച്വലി ഈസ്. ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, പക്ഷെ അത് പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു രീതിയിൽ ആക്കി വെക്കുന്നതാണ്. ഫ്രണ്ടിൽ ഇപ്പം ഇങ്ങനെ ഒരു ബൊമ്മയിലൊക്കെ ഡ്രസ്സ് വെക്കുന്നത് പോലെ നമ്മുടെ സ്ഥാപനത്തിലും കുറച്ചും കൂടി ഹയർ ഒരു നല്ലൊരു പൊസിഷനാണ്, നല്ലൊരു ഗുഡ് വിൽ ഉണ്ട് എന്നുള്ളൊരു ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു. അതിന് നമുക്ക് ഏത് പറയാം? വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെയുള്ളത് ബൈ യൂട്ടിലൈസിങ് ദ സീക്രട്ട് റിസർവ് വിത്തൗട്ട് ഡിസ്ക്ലോസിങ് ദ ഫാക്ട്സ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദ ഇയർ ഓഫ് നോ പ്രോഫിറ്റ് ഓർ ലെസ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ഇവിടെ അത് സീക്രട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യില്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു വർഷത്തിൽ നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലെസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആക്കുന്നു. അപ്പോൾ അവർക്കൊന്നും എന്ത് കൊടുക്കേണ്ട കാര്യം ഇല്ല, അവർക്കുള്ള പ്രോഫിറ്റ് കിട്ടി ഇത്ര ശതമാനം കൊടുക്കണം എന്നില്ലേ, അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അത് അക്കൗണ്ടിൽ അവിടെ തിരിമറിയിൽ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലും വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ട്സിൽ തിരിമറി ചെയ്യുന്നത്. ശരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറം ഉണ്ടാവാം, പക്ഷേ എന്നാലും ഈ ഒരു കാര്യങ്ങളാണ് ഒരു മെജോറിറ്റി ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു എസ്സേ ടോപ്പിക്കിൽ വരുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ലാസ്റ്റ് വീഡിയോയും ഈ ഒരു വീഡിയോയും കൂടി ചേർന്നാലാണ് നമ്മുടെ ഒരൊറ്റ എസ്സേ ആയിട്ട് വരിക, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളത്. അതിലത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതിൽ ഓരോ ഹെഡിങ്ങും നിർബന്ധമായും പഠിക്കുക. അത് 3 മാർക്സ് ബേസിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും വരും. അപ്പോൾ താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്.